എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ ഷൈനികത്തിന്റെ പുതിയ പടമായിട്ടുള്ള ദൃഢം എന്ന് പറഞ്ഞുകൊണ്ടൊരു മൂവി ഞാൻ കണ്ടു. ഇതിപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. സോ കമ്മിങ് ടു പടത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഐ തിങ്ക് ഇടുക്കിയാണെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു നന്മ നിറഞ്ഞ സ്ഥലം. അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ചാർജ് എടുക്കാൻ പറ്റുന്ന ഒരു പുതിയ SI ആണ് വിജയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ലൈക്ക് അത് ചെയ്തേക്കുന്ന ഷൈനികമാണ്. അപ്പം കൊള്ളാം. ആ ഒരു ഒരു സീനിലോട്ട് അങ്ങ് എൻ്ററായി ആ ഒരു എന്തുവാ അവിടുത്തെ പോലീസ്, നാട്ടുകാര് അങ്ങനത്തെ രീതിയിൽ വന്ന പ്രശ്നങ്ങളും പാരാവട്ടങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോണതാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ ചാർജ് എടുത്തതിന് ശേഷം ഓരോരോ ഉണ്ടാവുന്ന ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിനകത്ത് സംസാരിച്ചു പോണത്. ഓക്കെ. അപ്പം കൈൻഡ് ഓഫ് തിങ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രെയിലറിൽ തന്നെ അത് അവിടെ ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ വലിയൊരു ഇതൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഒരു വഴിക്ക് അങ്ങനെ കാര്യങ്ങൾ പോണു, ഓരോരോ ഇൻസിഡൻസ് സംഭവിക്കുന്നു എന്നല്ലാതെ അങ്ങനെ ഭയങ്കര ഗംഭീരവും പിടിച്ചോന്ന് പറയാനായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഇപ്പം ടുവേർഡ്സ് ക്ലൈമാക്സ് വന്നപ്പോഴാണ് എനിക്കിത് കുറച്ചെങ്കിലും എന്ന് പറഞ്ഞാൽ അതും അതിലെ ട്വിസ്റ്റും ആയാലും അതിന്റെ ആക്ഷൻ ആയാലും ഭയങ്കര ഗംഭീരം എന്ന് പറയാനില്ല. പക്ഷെ അതുവരെ കണ്ടിരുന്ന ആ ഒരു സംഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോഴും അങ്ങനെ നല്ല രീതിക്ക് കൺവിൻസ് ആണ് എന്നൊന്നും അല്ല. എന്നിരുന്നാലും സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ. അത് മാത്രമല്ല ഇത് മൊത്തത്തില് എനിക്ക് തോന്നുന്നു ഇതൊരു OTT മെറ്റീരിയൽ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഇത് തിയേറ്ററിക്കൽ സ്റ്റഫ് ആയിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതിനുള്ളതൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. സോ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. എനിക്കെന്തായാലും ഇതാണ് ഒരു ആവറേജ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡീസന്റ് വാച്ചിനുള്ളതെങ്കിലും എന്ന് വെച്ചാൽ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ തിയേറ്ററിക്കൽ റിലീസ് വന്നിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ലൈക്ക് അപ്പോഴും എന്ന് വെച്ചാൽ പടം ഒരു ഓക്കെ ഉള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സിനെ പൊക്കി പറഞ്ഞവരുണ്ട്. എനിക്ക് പക്ഷേ ക്ലൈമാക്സ് ലാസ്റ്റ് ആ ഒരു ഫ്യൂ പോർഷൻസും ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ക്ലൈമാക്സ് പോലും എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ടൊന്നും തോന്നിയില്ല. എന്ന് വെച്ചാൽ ലൈക്ക് ആ ഒരു എൻഡിങ് ആയാലും എന്തോ ഇപ്പൊ നമുക്ക് വേറെ അടുത്ത പാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ. ഇതൊരുമാതിരി ലൈക്ക് ഓപ്പണന്റ് എനിക്ക് ഞാൻ ഈ ഓപ്പണന്റ് പടങ്ങൾ എനിക്ക് അത്ര എല്ലാം ഒന്നും എനിക്ക് അങ്ങനെ വർക്ക് ആവാറില്ല. അങ്ങനെ എനിക്ക് ഇതങ്ങനെ വർക്ക് ആയിട്ടില്ല. എന്നിരുന്നാലും ഓക്കെ അതങ്ങനെ. സോ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. എന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക്. ഓക്കെ. അപ്പം ഇവിടം വരെ നോർമലായിട്ട് സംസാരിച്ചാണ്. ഇനി ഞാൻ കുറച്ച് സ്പോയിലർ ഒക്കെ സംസാരിക്കാൻ പോവാണ്. സ്പോയിലർ മീൻസ് ലൈക്ക് ഓൾറെഡി പടം OTT വന്നു. പക്ഷെ എന്നിരുന്നാലും ഇനി കാണാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് ചവിട്ടിക്കോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്. ഓക്കെ. പടത്തിനെ പറ്റി. ഓക്കെ. പ്രധാനമായിട്ട് ഈ പടം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നാടകീയതയാണെന്നാണ് തോന്നുന്നത്. അനാവശ്യമായിട്ടുള്ള കുറച്ച് സീനുകൾ കാര്യങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മ മോൻ പാസം വിളിക്കുന്നു, അന്വേഷിക്കുന്നു. ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു മോനെ എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനാണ്. ഇതെന്തോ മറ്റേ ഹോസ്റ്റലിൽ ചെന്ന് മറ്റേ വിവരം അന്വേഷിക്കും പോലെ. അല്ലാന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങനെ മറ്റൊരു സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് മോന്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണെങ്കിൽ പോലും ഭയങ്കര ഒരു നാടകീയത. അത് മാത്രമല്ല ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ മറ്റേ പൈസേരെ ബാങ്ക് റോബറി നടക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ. അവിടുത്തെ ആ ഒരു എനിക്കൊന്ന് മാനേജറോ ലൈക്ക് ആദ്യം വന്ന് തുറക്കാനൊക്കെ ആയിരിക്കുന്ന ഒരു പുള്ളിക്കാരൻ. ആ ഒരു ആക്ടിങ് ആയാലും എനിക്ക് അത്ര ഒരു കൺവിൻസിങ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ലൈന് വലി എന്തോന്നു മറ്റേ ഇങ്ങനെ കാണും ഷൈനികത്തിനെ കാണുമ്പോൾ ഉള്ള ഒരു ക്യാരക്ടറിന് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ ആ ഒരു ലൈൻ വലിയൊന്നും ഓക്കെ. പിന്നെ ശരി അത് അതിന്റെ രീതിയിൽ കൂടെ പോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഓക്കെ ശരി. പിന്നെ ഒരു കൈൻഡ് ഓഫ് കേസസ് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ തോന്നി. പിന്നെ ദൃശ്യം പോലെ ഇല്ലെങ്കിലും അവിടെ ആയിട്ട് ഈ പരദൂഷണം പറയണ കുറച്ച് ചേട്ടന്മാര് അങ്ങനെയൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് വന്ന വേറൊരു ഡൗട്ടാണ്. അതായത് ഇപ്പോ ഇതില് ആ ഒരു ചിറ്റ് ഫണ്ടോ മറ്റേ എന്തോ ആ ഒരു സ്ഥലം ലൈക്ക് എന്ന് വെച്ചാൽ റോബറി നടന്ന അവിടത്തെ അങ്ങേര് ഒരു കള്ളവടി സെറ്റപ്പ് എന്തിനാണെന്ന് തോന്നുന്നു വെക്കാൻ പോയിക്കുന്നതാണ്. രാത്രിയായി പുറത്തോട്ടിറങ്ങി. ആരടാ ഫ്രണ്ടിലെ ലൈറ്റ് ഇട്ടോണ്ട് പുറത്തോട്ടിറങ്ങണത്? ഒളിച്ചും പാത്തും പതുങ്ങിയല്ലേ വരണത്? അങ്ങേര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് കാർ അങ്ങോട്ട് മാറിയാണ് ഇട്ടേക്കണം എന്നുള്ളത്. ഭയങ്കര മാറ്റി തന്നെ അങ്ങ് ഇട്ടേക്കണത്. നാട്ടുകാർക്ക് മൊത്തത്തിൽ കാണാനായിട്ട് അങ്ങ് തുറന്നങ്ങ് വെച്ചിട്ടുണ്ട്. നല്ല കിടിലൻ സ്ഥലത്താണ് കാർ കൊണ്ട് ഇട്ടേക്കുന്നത്. ശരി അതൊക്കെ അവിടെ നിൽക്കിട്ട് ഈ പറഞ്ഞതുപോലെ രാത്രി ഇറങ്ങാൻ നേരത്ത് എന്തോന്നു ഫ്രണ്ടിലത്തെ ലൈറ്റ് കൂട്ടിയിട്ടാണ് വരണത്. ഇത് ഒന്ന്. അത് മാത്രമല്ല ഇപ്പോ ഈ ലാസ്റ്റ് ക്ലൈമാക്സ് ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു സ്പോയിലർ ആണ്. അപ്പം അല്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ളവർ ചവിട്ടി കാണാം. ഇനി പറഞ്ഞില്ല എന്നൊന്നും പറഞ്ഞാൽ ഓക്കെ. ഇപ്പൊ ഈ പോലീസുകാർ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഓക്കെ.
ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം പറ്റി, അത് മറയ്ക്കാൻ വേണ്ടി തെറ്റിന്മേൽ തെറ്റ് ചെയ്ത് പോയി. ഓക്കെ. പക്ഷേ ഇതിന്റെ ഇടയിൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ ഇനി ശ്രദ്ധിക്കാത്തതാണോ എന്തോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. എന്ന് വെച്ചാൽ ലൈക്ക് ബാക്കി എല്ലാവരും ഓക്കെ. അതായത് ആ 4 പോലീസുകാര് അവര് ഓക്കെ. ഈ ഷൈനികത്തിനൊക്കെ ആ ക്യാരക്ടറിനെ ലൈന് വലിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണുമ്പിള്ള എവിടുന്ന് കേറിവന്ന്? നോക്കിയപ്പം ഒരു ഷോട്ടില് പുള്ളിക്കാരൻ മറ്റേ ഡോർ തുറന്ന് അങ്ങോട്ട് കേറുമ്പോ ഒരൊറ്റ നെഞ്ചാങ്കോട് നോക്കി ഒരു ചവിട്ടും കിട്ടി തെറിച്ചങ്ങ് വീഴയാണ്. ഇതിലെ ഇൻവോൾവ്മെന്റ് എന്തിനാണ് പുള്ളിക്കാരി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയെ ഇതിന് എന്തെങ്കിലും തരത്തില് കണക്ഷൻ ഉണ്ടോ? അല്ലാന്നുണ്ടെങ്കി എന്തെങ്കിലും ബ്രൈബ് കൊടുത്താ ഇങ്ങനെയാണ്, നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റിൽ ചെയ്യാം, നമുക്കൊരു ടേംസിലൊക്കെ പോവാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനത്തെ യാതൊരു കാര്യവും കൺവിൻസ്ഡ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാ അത് അങ്ങനെയൊന്നും പറയണില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തോന്ന് ലൈക്ക് നാലാമതൊരു ആളിനെ എന്തോ എവിടെ മറച്ചു വെച്ചേക്കണ ഒരു ഇത് പറഞ്ഞു. ആ രഹസ്യം ഞങ്ങളിലൂടെയൊക്കെ പോകുമെന്ന് പറഞ്ഞു. എവിടെ? എവിടെ? അതൊന്നും എവിടെയെന്ന് എന്തെന്നോ ഒന്നും പറയണൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് തോന്നുന്നു ഇന്റർവെൽ പോയിന്റ് ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഇങ്ങനെ ഒരു ബോഡി കൊണ്ടുപോണതും ആ കാട്ടിനകത്ത് അന്വേഷിക്കാൻ പോണതും ഒക്കെ. ഒരു ഒരു ഹൈയും എനിക്കത് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാ അതിന്റെ ട്വിസ്റ്റ് റിവീലായി അത് അറിഞ്ഞതിന് ശേഷം ആ. ഓ! ഓ! അത് ശരി. എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതാണ്. എന്നുവെച്ചാ അതുവരെ ആ ഒരു നാടകീയത നിറഞ്ഞ ചില സംഭവ വികാസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോ ഇത് കണ്ടപ്പം ഓക്കെ. എന്നുവെച്ചാ അതാണ് ബെറ്റർ ആയിരുന്നു. പക്ഷെ എന്നാ കൺവിൻസിംഗും അല്ല. അങ്ങനത്തെ ഒരു ഇത്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ പക്ഷെ ഫൈറ്റ് കൊറിയോഗ്രാഫി കുഴപ്പമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ 1, 2 ക്യാമറ ഷോട്ട് കാര്യങ്ങളൊക്കെ കൊള്ളാം. അത് മാത്രമല്ല ഈ പടത്തിൽ മൊത്തത്തിൽ ഡ്രോൺ പരിപാടീസ് കാര്യങ്ങളൊക്കെ കൊള്ളാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ എനിക്ക് ക്ലൈമാക്സ് ആയാലും ഞാൻ പറഞ്ഞില്ലേ ഈ ഓപ്പണന്റ് പരിപാടി എന്ന് വെച്ചാൽ കുറെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്ത്, ഏത്, എങ്ങനെ, അപ്പൊ അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ ഈ പെട്ടെന്ന് എന്റെ തലയിൽ ഇങ്ങനെ വന്ന 1, 2 ഡൗട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പിന്നെ എന്ന് വെച്ചാൽ കാണും ഞാൻ മറ്റേ എവിടെയും മറ്റേ പരീക്ഷയ്ക്ക് പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പോയിന്റ്സ് ഒന്നും ഞാൻ നോട്ട് ചെയ്ത് കുറിച്ച് വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു അഭിപ്രായം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ